ജി എസ് എം മൊബൈൽ സർവീസസ്. നമ്മൾ ജി എസ് എമ്മിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ജി എസ് എം ആർക്കിടെക്ചറൊക്കെ പഠിച്ചു. അപ്പോൾ 1981 ആദ്യത്തെ കൊമേഴ്ഷ്യൽ യൂസിനുള്ള ഒരു സെല്ലുലാർ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പണ്ടത്തെ സെല്ലുലാർ നെറ്റ്വർക്ക്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ആ ഒരു സെല്ലുലാർ നെറ്റ്വർക്കുകളുടെ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1991 മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളായ ജി എസ് എം വന്നു. ജി എസ് എം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ പണ്ടത്തെ സെല്ലുലാർ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ഈ ജി എസ് എമ്മിനെ സെക്കൻഡ് ജനറേഷൻ ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജി എന്ന് പറയാറുണ്ട്. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജി എന്നും പറയാറുണ്ട്. ജി എസ് എം ആണ് സിം കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ അതിന് ഒരുപാട്, അതായത് പണ്ടത്തെ സെല്ലുലാർ നെറ്റ്വർക്ക്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാൻ ജി എസ് എം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി പറ്റിയിട്ടുണ്ട്. ജി എഫ് എം ഓഫർ ചെയ്യുന്ന കുറേ മൊബൈൽ സർവീസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജി എസ് എം മെയിനായിട്ട് 3 തരം സർവീസസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലിഫോണി സർവീസ് അല്ലെങ്കിൽ ടെലി സർവീസസ് ഒന്ന്, ദെൻ സെക്കൻഡ് വൺ ഡാറ്റ സർവീസസ് ഓർ ബിയറർ സർവീസസ്, ദെൻ തേർഡ് വൺ സപ്ലിമെൻ്ററി സർവീസസ്. അതിലാദ്യത്തേത് ടെലി സർവീസസ്. ടെലി സർവീസസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടെലി സർവീസ് യൂസ് ചെയ്യുന്നത് ബിയറർ സർവീസാണ്. ഇത് ബിയറർ സർവീസിൻ്റെ അല്ലെങ്കിൽ ബിയറർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ എബിലിറ്റീസൊക്കെയാണ് ടെലി സർവീസ് യൂസ് ചെയ്യുന്നത്. ഇത് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലി സർവീസിന് ബിയറർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെലി സർവീസസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വോയിസ് കോള്, വീഡിയോ ടെക്സ്റ്റ്, ഫിസിമൈൽ, ഫാക്സ്, ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടെലി സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബിയറർ സർവീസിലാണെങ്കിൽ, അല്ലെങ്കിൽ ബിയറർ സർവീസിന് ഡാറ്റ സർവീസ് എന്നും പറയും. അതിൽ വരുന്നത് മൊബൈൽ ഡാറ്റ സർവീസാണ്. അതായത് മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫറാണ്. ഒരു ജി എസ് എം ഫോണിലൂടെ നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാൻ വേണം, അതുപോലെ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണം അല്ലേ? അതാണ് മെയിനായിട്ട് അതിൽ നടക്കുന്ന കാര്യം. ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസ് ആൻഡ് മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ. അതായത് മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസും വേണം, മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫറും വേണം. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബിയറർ സർവീസസ് വെച്ചാണ്. ഡാറ്റ സർവീസസ് ഓർ ബിയറർ സർവീസസ് ആർ യൂസ്ഡ് ത്രൂ എ ജി എസ് എം ഫോൺ ടു റിസീവ് ആൻഡ് സെൻഡ് ഡാറ്റ ഇസ് എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്ക് ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് മൊബൈൽ ഇൻ്റർനെറ്റ് ആക്സസ് ആൻഡ് മൊബൈൽ ഡാറ്റ ട്രാൻസ്ഫർ. ജി എസ് എം ഇപ്പോൾ നടത്തുന്ന ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് 9.6K ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ സർവീസാണ് സപ്ലിമെൻ്ററി സർവീസ്. സപ്ലിമെൻ്ററി സർവീസസിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി സർവീസ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സർവീസാണ്. അത് ടെലി സർവീസും ബിയറർ സർവീസിനും പുറമെ പ്രൊവൈഡ് ചെയ്യുന്ന, ജി എസ് എം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ സർവീസാണ് സപ്ലിമെൻ്ററി സർവീസ് എന്ന് പറയുന്നത്. ഈ സപ്ലിമെൻ്ററി സർവീസിൽ വേറെ ഒരുപാട് അഡീഷണൽ സർവീസ് എക്സ്ട്രാ വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് കോളർ ഐഡൻറ്റിഫിക്കേഷൻ, കോൾ ഫോർവേഡിങ്, കോൾ വെയിറ്റിംഗ്, മൾട്ടി പാർട്ടി കോൺവെർസേഷൻസ്, ബെയറിംഗ് ഓഫ് ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോൺഫറൻസിങ്. കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോൾ വന്നാൽ അയാൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ നമ്മുടെ 2-3 ഫ്രണ്ട്സിനെയും കൂടെ ആ കോളിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഫറൻസിലിട്ടിട്ട് സംസാരിക്കാം അല്ലേ? അതായത് 3 or more സബ്സ്ക്രൈബേഴ്സിന് അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ആ ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്ത് കോൺഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു സർവീസ്. ദെൻ കോൾ വെയിറ്റിംഗ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഇൻകമിങ് കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ അത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, ഇഗ്നോർ ചെയ്യുക, എന്താ വെച്ചാൽ ചെയ്യാം അല്ലേ? അതാണൊന്ന് കോൾ വെയിറ്റിംഗ്, ഒരു സർവീസ്. ദെൻ നെക്സ്റ്റ് കോൾ ഹോൾഡ്. കോൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കോൾ വന്നു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോൾ ഹോൾഡിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? എന്നിട്ട്
വന്ന ഇൻകമിങ് കോളിന് അറ്റൻഡ് ചെയ്ത ശേഷം വീണ്ടും പഴയ കോളിലേക്ക് റെസ്യൂം ചെയ്യാം. കോൾ ഹോൾഡ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് സർവീസാണ് കോൾ ഫോർവേഡിങ്. കോൾ ഫോർവേഡിങ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റെസിപ്പിയൻറ്റിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് കോളിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾ ഫോർവേഡിങ് എന്ന ഒരു സർവീസ് യൂസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബർ തന്നെയാണ് ആ ഒരു സർവീസ് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് അത് തീരുമാനിക്കാം. അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോള് നമുക്ക് ലോസ് ആയി പോവരുത്. അപ്പോൾ ലോസ് ആയി പോവാതിരിക്കുക, അല്ലെങ്കിൽ ലോസ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോള് വേറൊരു നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കളയാൻ പറ്റും. അതാണ് കോൾ ഫോർവേഡിങ്. ദെൻ കോൾ ബെയറിങ്. കോൾ ബെയറിങ് എന്ന് പറഞ്ഞാൽ ചില കോൾസ്, അതായത് ഔട്ട് ഗോയിങ് കോൾസ്, IST പോലുള്ള ഔട്ട് ഗോയിങ് കോൾസ്, അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ചില ഇൻകമിങ് കോൾസ്, നമുക്ക് ആവശ്യമില്ലാത്ത ചില നമ്പേഴ്സിന് വരുന്ന ഇൻകമിങ് കോൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് കോൾ ബെയറിങ് എന്ന് പറയുന്നത്. അത് നെക്സ്റ്റാണ് നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ. നമ്പർ ഐഡൻറ്റിഫിക്കേഷനിൽ ഒരുപാട് സപ്ലിമെൻ്ററി സർവീസസ് വരുന്നുണ്ട്. അതാണ് ഒന്ന് കോളിംഗ് ലൈൻ ഐഡൻറ്റിഫിക്കേഷൻ പ്രസൻറ്റേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾ കോൾ ചെയ്യുകയാണെങ്കിൽ ആ കോൾ ചെയ്യുന്ന ആളുടെ നമ്പർ എന്ത് ചെയ്യും? ആ സ്ക്രീനിൽ കാണും അല്ലേ? അതൊരു സർവീസാണ്. ഡിസ്പ്ലേസ് ദ ടെലിഫോൺ നമ്പർ ഓഫ് ദ കോളിംഗ് പാർട്ടി ഓൺ യുവർ സ്ക്രീൻ. അതായത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണെങ്കിൽ ആരാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് അൺനോൺ നമ്പർ ആണെങ്കിൽ ആ നമ്പർ എന്ത് ചെയ്യും? നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണും അല്ലേ? അതാണ് ഒരു സർവീസ്. ദെൻ കോളിംഗ് ലൈൻ ഐഡൻറ്റിഫിക്കേഷൻ റെസ്ട്രിക്ഷൻ. എ പേഴ്സൺ നോട്ട് വിഷിംഗ് ദ നമ്പർ ടു ബി പ്രസൻറ്റഡ് ടു അതേഴ്സ് സബ്സ്ക്രൈബ്സ് ടു ദി സർവീസ്. അതിപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മുടെ നമ്പർ കാണണ്ട എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് റെസ്ട്രിക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ വേറെ ആർക്കും കാണണ്ട, അങ്ങനെയൊരു തീരുമാനമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർവീസ് ചൂസ് ചെയ്യാം. ദെൻ മാലീഷ്യസ് കോൾ ഐഡൻറ്റിഫിക്കേഷൻ. ഇത് അൺവാണ്ടഡ് നമ്പേഴ്സിൽ നിന്നൊക്കെ കോൾ വരികയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാലീഷ്യസ് കോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് സർവീസസ് വരുന്നത്. GSMൻ്റെ മൊബൈൽ സർവീസസ് വരുന്നത് ഇത്രയാണ്.